വീട്ടിലെ ജോലിയെല്ലാം തീർത്തതിന് ശേഷം നേരെ പോയത് എൻ്റെ വീട്ടിലോട്ടാണ്. എൻ്റെ വീടെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം വീട്ടിലോട്ടാണ്. അവിടുത്തെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വെയിലൊക്കെ താഴ്ന്നതിന് ശേഷമാണ് ഇറങ്ങിയത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും അനിയത്തിയും മോനും അമ്മയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അച്ഛൻ ജോലിക്ക് പോയിരുന്നു. അങ്ങനെ മറ്റേ ശീമ നെല്ലിക്ക ഉണ്ടല്ലോ, അത് അവിടെ ഉപ്പിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളിരുന്ന് കഴിച്ച്. അപ്പോഴത്തേക്കും അനിയത്തി പറയുന്നത് അവിടെ ചോറ് ഇരിപ്പുണ്ട്, ചോറും പിന്നെ ചൂര പൊരിച്ചതും മട്ടൻ കറി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് വെട്ടി വിഴുങ്ങി ചോദിച്ചപ്പോഴത്തേക്കും ആർക്കും വേണ്ട. അങ്ങനെ ഞാൻ എന്തോ ചെയ്തു, ആരെയും പവർ കാണാതെ ഞാനിരുന്നു അത് മൊത്തം അങ്ങ് തട്ടി കേട്ടോ. അത് കഴിഞ്ഞൊന്ന് വെയിലൊക്കെ ഒന്ന് താരാൻ നേരത്തേക്കും ഇതുങ്ങളെല്ലാം പുറത്തോട്ട് ഇറക്കി. വെയിലത്തിറക്കത്തിൽ ഒരു 4:30 സമയത്തൊക്കെയാണ് ഇതിനുങ്ങളെല്ലാം വെയിലത്തുനിന്നല്ല സോറി, തണലത്തോട്ട് ഇറക്കുന്നത്. പിന്നെ വേദുക്കുട്ടനൊക്കെ ഉണ്ടായിരുന്നു, ചേച്ചിയുടെ മോനാണ്. അവനും ധ്രുവയും കുട്ടനാണ്. ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര കമ്പനി കേട്ടോ. ഇവരൊക്കെ മണ്ണ് വാരി കളിയുടെ ആശാന്മാരാണ്. ഇവരെയൊക്കെ പുറത്തിറക്കി കഴിഞ്ഞാൽ മണ്ണ് വാരി തലയിൽ കൂടെ എറിയലാണ്. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കും കൊട്ടും മേളത്തിൻ്റെയൊക്കെ സൗണ്ട് കേട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഒരുങ്ങി. പിന്നെ ജാനു ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരുമായിട്ട് ആ മുക്കിൽ അവിടെ പോയിരുന്നാണ് കാണുന്നത്. ഇതുങ്ങളെയൊക്കെ ഒരുക്കി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുങ്ങളൊന്നും അടങ്ങിയിരിക്കത്തില്ല. പിന്നെ നമ്മൾ റോഡിൽ ഇറക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവിടെ പോയിരുന്നാണ് നമ്മൾ കൊച്ചിയിലെ ഉത്സവമൊക്കെ കാണുക.